ഇന്ന് ആലു പറാത്തയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി തന്നെ നമ്മൾ എത്ര എണ്ണം നമുക്ക് ആവശ്യമുണ്ടോ അതിനാവശ്യമുള്ള ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തതാണ് ഇത്. ഞാൻ 4 എണ്ണമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 2 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 ഇതള് കറിവേപ്പില, ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുതായി അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കുക. അത് നന്നായി വേവിച്ചതിന് ശേഷം അതിൻ്റെ തോല് കളഞ്ഞ് എടുത്തതാണ് ഇത്. ഇനി നമ്മളിത് നന്നായി കുഴച്ചെടുക്കുക. തരികളില്ലാതെ തന്നെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായി ഇത് പരത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ചെറിയ ജാറിലടിച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇത് രണ്ടും അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്നത് വരെ നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒരെണ്ണം എടുത്ത് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഇനി അതിൻ്റെ മീതെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ മീതെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ മീതെ വെച്ച് നന്നായി ഒന്നുകൂടി ഈ ചപ്പാത്തിയുടെ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി നമ്മളിത് ഒരു തട്ടിലേക്ക് മാറ്റി ആ തട്ടിൽ വെച്ച് നന്നായി നമ്മൾ സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. അല്പം നെയ്യും കൂടി അതിനെ തടവുക. ഒരു ഭാഗം നന്നായി ആയി കഴിയുമ്പോൾ അത് മറച്ചിട്ട് മറ്റേ ഭാഗം കൂടി നെയ്യ് പുരട്ടി നന്നായി തടവി എടുക്കുക. ഇപ്പോൾ അതിൻ്റെ നമ്മൾ ഉരുളക്കിഴങ്ങ് അപ്ലൈ ചെയ്ത ഭാഗം ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്. മറ്റേ ഭാഗം സാധാ ചപ്പാത്തികൾ പോലെ തന്നെ. ഇനി നമ്മൾ ഇത് വേറൊരു തരത്തിൽ കൂടി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവെടുത്ത് അതിൻ്റെ അകത്ത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായി പരത്തിയെടുക്കുക. ഞാനിപ്പോൾ പ്രസ്സറിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് തട്ടിലേക്ക് മാറ്റി നമ്മളത് സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 സൈഡും മാറ്റി നെയ്യൊക്കെ തടവി നന്നായി ചുട്ടെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നമ്മൾക്ക് ശരിക്കും കാണുമ്പോൾ സാധാ ചപ്പാത്തി പോലെ തന്നെ ഏകദേശം ഇരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഏകദേശം പോയിട്ടുള്ളത്. പുറത്തേക്ക് ചെറുതായിട്ട് മാത്രമേ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് നമുക്ക് കാണുള്ളൂ. പക്ഷേ ടേസ്റ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒന്നിൻ്റെ പുറത്തേക്ക് കുറച്ച് ഡിസ്പ്ലേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ ഇത്. മറ്റേത് ശരിക്കും പുറത്തേക്ക് കാണുമ്പോൾ സാധാ ചപ്പാത്തി പോലെയാണ് ഇരിക്കുക എന്ന് മാത്രം. ഇനി നമുക്കിത് കുറച്ച് സോസ് ചേർത്ത്, ടൊമാറ്റോ സോസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്, നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.